വയനാട് പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിൽ വനം മന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. ആ യോഗം ഇപ്പോൾ ഉടൻ തന്നെ തുടങ്ങും. അതിനായി സർവകക്ഷി എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിനിധികളുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അല്പം മുൻപ് നമ്മൾ അവിടെ കണ്ടത്. മന്ത്രിയുടെ വാഹനം തടയുന്നവരെ പോലീസ് പിടിച്ചുമാറ്റാൻ നോക്കുമ്പോൾ അവിടെ ഇരുന്നും കിടന്നും പ്രതിഷേധം. വലിയ പണിപ്പെട്ടാണ് മന്ത്രിയെ അവിടേക്ക് എത്തിച്ചത്. പതിയെ ആ വാഹനം വന്ന് രാധയുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. ഒപ്പം മകൻ അനിലിന് താൽക്കാലിക നിയമന ഉത്തരവ് കൈമാറുന്നു. അതിനുശേഷം മന്ത്രി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന ഒരാശങ്കയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. മന്ത്രിയുടെ പ്രതികരണമൊന്നും അപ്പോഴെത്തിയില്ല. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാകും മന്ത്രി മൗനം പാലിച്ചത്. അതിനുശേഷം ഗസ്റ്റ് ഹൗസിലേക്ക്, പ്രിയദർശിനി എസ്റ്റേറ്റിലേക്കാണ് മന്ത്രി എത്തിയത്. അതിനുശേഷം അവിടെ സർവകക്ഷി യോഗം ഉണ്ട്. അതിലുണ്ടാകുന്ന ചർച്ചകൾ, നരഭോജി കടുവ എന്ന പ്രഖ്യാപനം ഉന്നതതല യോഗത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മയക്കുവെടി വച്ചൊന്നും കടുവയെ പിടികൂടില്ല, വെടിവെച്ച് കൊല്ലുക അതുതന്നെയാണ് അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് അവിടെ നിന്ന് ചേരുന്നത്. അഭിജിത്ത്, ഈ സർവകക്ഷി യോഗം തുടങ്ങിയോ? ആരെല്ലാം ഉണ്ട് ഈ യോഗത്തിൽ? നിലവിൽ ഈ യോഗം തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് തൊട്ടിപ്പുറത്തുള്ള ഗസ്റ്റ് ഹൗസിൽ ഈ യോഗം തുടങ്ങിയിട്ടുണ്ട്. അവിടെ പ്രധാനമായും വനം മന്ത്രിയുണ്ട്, വനം മന്ത്രി AK ശശീന്ദ്രനുണ്ട്, DFO ഉണ്ട്, CCF ഉണ്ട്, ഒപ്പം തന്നെ ജനപ്രതിനിധികളുണ്ട്. കൂടാതെ ഈ നാട്ടുകാരുടെ പ്രതിനിധികളായ ചിലർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വേദിയിൽ വെച്ച്, ഈ ചർച്ചയിൽ വെച്ച് തങ്ങളുടെ കാര്യങ്ങൾ വനം മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ നാട്ടുകാരെടുത്തിട്ടുള്ള തീരുമാനം. കാരണം അവരുടെ ചില ആശങ്കകളുണ്ട്, അവർക്ക് ചില പരാതികൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. കടുവയുടെ ആക്രമണമുണ്ടായി ദിവസം ഇപ്പോൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ ദിവസമായിട്ട് ഇന്നലെ വീണ്ടും അവർ കടുവയെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ ഈ കടുവയെ പിടികൂടാനായി പോയ വനപാലകന് തന്നെ കടുവയുടെ ആക്രമണം ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കാട്ടിലാണ്. എങ്കിൽ കൂടി ഇത്തരത്തിൽ ഈ ഒരു കടുവ ഈ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് തന്നെ ഉണ്ട് എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. അതിനാൽ തന്നെ എത്രയും വേഗം ഈ കടുവയെ പിടികൂടുക എന്നുള്ള ന്യായമായ ആവശ്യം തന്നെ അവർ മന്ത്രിയുടെ മുന്നിലേക്ക് വെക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് ചില പരാതികളുണ്ട്. കാരണം ഈ രാധ ആക്രമിക്കപ്പെട്ടത് കാട്ടിനകത്ത് വെച്ചാണ് എന്നുള്ളൊരു പ്രസ്താവന വനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളൊരു വിമർശനമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം ഈ ആക്രമണം ഉണ്ടായത് ഒരിക്കലും വനത്തിനുള്ളിൽ വെച്ചല്ല, മറിച്ച് ഈ ജനവാസ മേഖലയിൽ തന്നെയാണ്. ജനവാസ മേഖലയിൽ വെച്ചുള്ള ആക്രമണത്തിലാണ്, കടുവയുടെ ആക്രമണത്തിലാണ് രാധയ്ക്ക് ജീവൻ നഷ്ടമാകുന്നത്. പിന്നെ എങ്ങനെയാണ് മന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുക എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ തങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തി വന്ന സമരങ്ങൾ, തങ്ങളുടെ പ്രതിഷേധങ്ങൾ ഒക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു പ്രസ്താവന കൂടി വനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നും അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് കൂടി നിലവിൽ ഈ നാട്ടുകാർ, അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കൂടി നാട്ടുകാർ പോകുന്നു. അതായത് വനമന്ത്രിയുടെ ചില പ്രസ്താവനകൾ, ചില പ്രതികരണങ്ങൾ അത് തങ്ങളെ വേദനിപ്പിക്കുന്നതാണ്, അതൊരിക്കലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം കഴിഞ്ഞ കുറേ സമയമായി നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഈ മന്ത്രി അവിടെ നിന്ന് ഈ ഉന്നതതല യോഗം കഴിഞ്ഞ് അതിൽ ചില തീരുമാനങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ ഏതായാലും അക്കാര്യത്തിലൊക്കെ ഈ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ അത് കൂടുതൽ ഊർജിതമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മന്ത്രി ഈ രാധയുടെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. തുടർന്ന് പിലാക്കാവിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. മന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് രാധയുടെ വീട്ടിലെത്താൻ, കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്താൻ മീറ്ററുകൾ മാത്രം ഇപ്പുറത്ത് വെച്ചാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. വാഹനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. പോലീസ് വളരെയധികം പണിപ്പെട്ടാണ് പിന്നീട് മന്ത്രിയെ അവിടെ നിന്ന് മാറ്റിയത്. നാട്ടുകാർ നിലത്ത് കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അത്ര വലിയൊരു പ്രതിഷേധം മന്ത്രിക്ക് അവിടെ നേരിടേണ്ടി വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് കാരണം ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്. അങ്ങനെയുള്ളൊരു മന്ത്രി ഇത്രയും ദിവസമായി, ആക്രമണം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഇവിടേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്, തങ്ങളുടെ പരാതികൾ, തങ്ങളുടെ ആശങ്കകൾ കേൾക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യമാണ് നാട്ടുകാർ പ്രധാനമായും ഉയർത്തിയത്. മന്ത്രിയെ
വളരെയധികം നേരം മന്ത്രിക്ക് ഏതാണ്ട് അരമണിക്കൂറോളം നേരം മന്ത്രിക്ക് തൻ്റെ വാഹനത്തിൽ തന്നെ ഇരിക്കേണ്ട ഒരു നില വന്നു. അതിനുശേഷമാണ് ഏറെ പണിപ്പെട്ട് പ്രതിഷേധക്കാരെ മാറ്റിയാണ് മന്ത്രി ഈ വീടിനകത്തേക്ക് പോയത്, രാധയുടെ കുടുംബാംഗങ്ങളെ കണ്ടത്. ഈ കുടുംബാംഗങ്ങളെ കണ്ട ശേഷം അദ്ദേഹം പ്രധാനമായും ചെയ്തത് ഈ കുടുംബത്തിലൊരാൾക്ക്, അതായത് മകന് ജോലി നൽകുക എന്നുള്ളതാണ്. ഫെബ്രുവരി 1 മുതൽ ഈ താൽക്കാലിക ജോലിയിലേക്ക് അദ്ദേഹത്തിന് കയറാം എന്നുള്ളൊരു നിയമന ഉത്തരവ് കൂടി മകന് കൈമാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹം വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. അദ്ദേഹം ആ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. പിന്നീടാണ് ഈ ഒരു ചർച്ചയുടെ തീരുമാനം വരുന്നത്. ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച ചെയ്യാം, പ്രതിഷേധക്കാരുമായി, ഈ നാട്ടുകാരുമായി, പ്രദേശവാസികളുമായി ഒരു ചർച്ച നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മന്ത്രി എത്തുന്നതും ആ വേളയിലാണ്. ആ ഒരു ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയ്ക്കൊടുവിൽ ഏതൊക്കെ തരത്തിലുള്ള പുതിയ തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പുതിയ കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കുക എന്നുള്ളതിൽ തന്നെയാണ് നമ്മുടെ ആകാംക്ഷ. മന്ത്രി ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണും, പ്രതികരിക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരമൊരു ചർച്ച വന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു സംയമനത്തിലേക്ക് പോകാൻ ഈ പ്രതിഷേധക്കാർ, ഈ നാട്ടുകാർ, കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ തിരികെ അഭിജിത്തിലേക്ക് തന്നെ എത്താം.